നാട്ടിൽ മൊത്തം വീണ്ടും പ്രശ്നങ്ങൾ തന്നെ. സമരത്തിന് പോകുമ്പോൾ മേക്കപ്പ് കിറ്റ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോണേ എന്തൊരു കുഴപ്പം. ഇൻസ്റ്റാഗ്രാമത്തിൽ വീഡിയോ എടുത്ത് ഇടാനുള്ളതല്ലേ, നല്ല വൃത്തിക്കിരിക്കണ്ടേ, ഒരു കുഴപ്പമില്ല. വളയത്താ എനിക്ക് നാട് നന്നാക്കണം. നീ ആദ്യേ ഇട്ടിരിക്കണ നിക്കണ്ട സിബ് കറ്റിയിട്. അയ്യോ ഇന്ന് നന്നാക്കാം മോനെ. ഈ സ്പാനർ പ്ലെയറും കൊണ്ടേ ഓരോന്ന് ശരിയാക്കണ പോലെ അല്ല നാട് ശരിയാക്കണ കാര്യം. അത് പോട്ട് ഈ സ്പാനർ എങ്ങനെയാണ് ഇരിക്കണ? അത് നിക്കറിയാം, നീളത്തിന് കൂർത്തിരിക്കണ സാധനമല്ലേ. ആ ബെസ്റ്റ്. ആദ്യം ഈ സ്ക്രൂ ഡ്രൈവറും സ്പാനറും തിരിച്ചറിയാൻ പറ്റുന്ന പ്രായം നിനക്ക് എത്തിട്ട് കേട്ടാ, എന്നിട്ട് നമുക്ക് നാട് നന്നാക്കാറങ്ങാം. യുവാക്കളുടെ പ്രശ്നങ്ങൾ വള്ളത്തിന് അറിയില്ല, കാരണം വള്ളത്തിന് കളവനായല്ലേ. ആഹാ, യുവാവിന് നന്ദ് വല്യമ്മ കൂരവ് കാച്ചി തന്നില്ലേ? കൂരവൊക്കെ കാച്ചി തന്ന്, പക്ഷേ പാലിന്റെ കൂടെ ഫ്രൂട്ട്സ് ഇട്ട് തന്നില്ല. ഓ, കുറെ അനീതി നേരിടാനല്ലേ. വീട്ടിൽ മാത്രമുള്ള വല്യത്ത, സ്കൂളിലും കുറെ അനീതികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണാവോ? പഠിക്കാതെ പോയി എഴുതിയ പരീക്ഷ പൊത്തി. സ്വാഭാവികം, അതിലെന്തൊരു അനീതി? ടീച്ചറിനെതിരെ ശബ്ദമുയർത്തിയ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നീ എന്തൊരു ശബ്ദം ഉയർത്തിയ? ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ശബ്ദം ഉയർത്തി പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാന്നു. അപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അനീതി അല്ലേ? തന്നെ തന്നെ. പോരാത്തതിന് സ്കൂളിൽ സ്വാതന്ത്ര്യം ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലയ്ക്കാൻ പറ്റൂല, ക്ലാസ് റൂമിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റൂല, പിള്ളേരെ വെറുതെ പെടലിക്കിട്ട് അടിക്കാൻ പറ്റൂല. തിരിച്ചു കിട്ടും. നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അത് തന്നെ. എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഏറ്റവും വർഷവും പറഞ്ഞാണ്. നമുക്ക് കുറച്ചുകാർ സ്കൂളിൽ സ്വാതന്ത്ര്യം ഉണ്ട്. മക്കളെ, മോൻ ആദ്യം പഠിക്ക്. വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അതെനിക്കുണ്ട്. നിനക്ക് വിദ്യയല്ല അഭ്യാസമാണുള്ളത്. സ്കൂളിൽ പോയില്ലടാ. നീ സ്കൂളിൽ പോന്നോ വല്യത്ത? നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കായിരുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കാം. രണ്ടിന്റെ ഗുണ പട്ടിക പറയടാ. വല്യമ്മ ടിഫിൻ ബോക്സ് എടുത്ത് വെച്ചാ, എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഞാൻ സ്കൂളിൽ പോന്നേ വല്യത്ത. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോരോ കാര്യങ്ങള്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഫോർ സമരം? ഇതൊന്നൊന്ന് ബാഗ് കെട്ടി തൂക്കി ടൂറിന് പോണ. ആത്മാർത്ഥമുള്ളവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിയിരിക്കും. വല്യമ്മ, ഞാൻ ഈ സ്കൂളിൽ പോക്ക് നിർത്തനെ പറ്റി എന്താണ് വല്യമ്മയുടെ അഭിപ്രായം? ഞാൻ കവളിമണി എടുക്കുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? എന്നാ അരിക്കാനായിരിക്കുമല്ലേ? അടുപ്പിൽ വെക്കാനായിരിക്കും കത്തിക്കാൻ. നിനക്ക് രണ്ടടി തന്നിട്ട് അടുപ്പില് കേറ്റ. ഞാൻ ഈ നാട്ടിനെ രസിക്കാൻ ഇറങ്ങിയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ വിചാരം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, പുറത്തെടുക്കണ്ട. അതായി പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാന്നേ. അതൊക്കെ നല്ല കാര്യം. ആദ്യം പഠിച്ചൊരു നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് വലിയ നിലയിലെത്തിയതിനു ശേഷം ഇതൊക്കെ ചെയ്താൽ മതി. പഠിച്ച് ജോലി വാങ്ങിക്കുന്ന കാര്യം പാത് തന്നെ. പിന്നെ വലിയ നിലയിലെത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. തവണ മന്തേ കയറിയിരിക്കാന്നാ. പിന്നെന്തിനാണ് കെട്ടി ഒരുങ്ങി ബാഗും തൂക്കി സ്കൂളിൽ പോണത്? നാട്ടു നടപ്പ് അങ്ങനല്ലേ വല്യമ്മ. വല്യമ്മ രാവിലെ കഷ്ടപ്പെട്ട് എണീറ്റ് എനിക്ക് ടിഫിൻ ബോക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നാ ഞാൻ ഇവിടെ കൊണ്ടുപോയിച്ച് കറിക്ക് ഒതുക്ക. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തരണത് വേറെ പണി ഇല്ലാത്തോണ്ട്. വലുതായി കഴിഞ്ഞാലേ ഞാൻ ഇതൊക്കെ തിരിച്ചു ചോദിക്കും. അപ്പൊ നീ ഇതല്ലേ എനിക്ക് തരണം. അതിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തു തരണം. പൈസയൊക്കെ ഞാൻ തരാം. അതിന്റെ കൂട്ടത്തിലേ വല്യമ്മ എനിക്ക് ഇങ്ങോട്ട് തന്ന അടിയും പിച്ചൊക്കെ തിരിച്ചങ്ങോട്ട് തരാൻ പറ്റോ? പോടാ, സ്കൂളിൽ പോടാ. നിന്നെയും കാത്തേ ആ പഠിക്കണ ഒരു ചെറുക്ക സുബ്രു അവിടെ നിൽക്കാണ്. എന്നവൻ കാത്തിരിക്കണതേ വേറെ ഒന്നും കൊണ്ടല്ല, 10ന്റെ ലൈസ് വാങ്ങിക്കാനാണ്. ഞാൻ 5 രൂപ ഇതും അവ 5 രൂപ ഇതും. പക്ഷേ ലൈസ് മൊത്തം കഴിക്കുന്നതേ നാന്നാണ്. ഹലോ ഗായ്സ്, എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല എന്ന്. അതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, നത്തലിന് പകരം വാദപ്പിന്തി ആയോണ്ട് അഭിപ്രായം പറയാൻ നമുക്ക് ടൈം കിട്ടാറില്ല. നമ്മൾ എല്ലാത്തിലും ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും എപ്പോഴും. വല്യമ്മ ഉണ്ടാക്കി തന്നത് മൂക്ക് മൊത്തം കയറ്റിയിട്ട് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും എൻഗേജ്മെന്റ്. കൊച്ചിർക്ക ചെറിയ വായിൽ വലിയ വർത്താനം പറഞ്ഞാലാണ്. നിങ്ങളെയൊക്കെ വലിയ വായിന്ന് ചെറിയ വർത്താനെങ്കിലും വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ വലുതായിക്കൊത്ത്, ഞാൻ കാണിച്ചാലാ ഞാൻ അറന്ന്. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഗായ്സ്, നമ്മുടെ അഭിപ്രായം ഉടൻ തന്നെ ഇൻസ്റ്റാഗ്രാമത്തിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് കാണണമെങ്കിൽ നിങ്ങൾ 499 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. കുറച്ച് വിലയേറിയ അഭിപ്രായമാണ്, അതുകൊണ്ടാണ് പൈസ ആവുന്നത്. ഓക്കെ, ബൈ. സുബുദു, നമ്മൾ ആപത്തിലാണ്. നമ്മത് ആപത്തിലാണ്. ഇന്ന് മാത്സ് തത്വപ്പറല്ലേ, വല്ലതും അറിയാമോ? അതല്ല, നമ്മുടെ നാട് ആപത്തിലാണെന്ന്. അപ്പം നമുക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മൊത്തം എന്താ മാത്സ് തത്വപ്പറ്? എന്താ പൊന്ന് പൊട്ടം കൂത്തുകാരാ, ടെസ്റ്റോപ്പന്റെ കാര്യമല്ല, അത് തപേന്ന് പറഞ്ഞ് പൊത്തൂലേ. ഈ നമ്മുടെ നാടിന്റെ കാര്യങ്ങള്, നാട്ടിൽ നടന്ന കാര്യങ്ങൾ നീ കാണല്ലേ? ഓ, അത് ഏത് നാട്ടുകാര കാര്യങ്ങള്? ഇതൊക്കെ നേരിടാൻ ഒരാള് വേണം. അത് നല്ല ലിറ്റിൽ സിംഗ് ഉള്ളത്. ഇനി അവനെ കൊണ്ട് പത്തില്ലെങ്കിൽ നമുക്ക് തോത്താ ഭീമിനെയും ടീമിനെയും വിളിക്കാം. ദോളക്പൂരിലെ മൊന്ന രാജാവിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ വരെ അവൻ ചെയ്യും. ഒന്ന് എതു കൊടുത്താൽ മതി. യഥാ മന്ദ, അവരെയൊക്കെ കൊണ്ടുവരാൻ കുറെ സമയം എടുക്കൂലേ. അവരെ പോലെ നമുക്കൊരു ഗ്യാങ് വേണം.
ഗ്യാങ്ങിന്റെ ലീഡർ എന്നാ ആയിക്കോളാം. പക്കതു ഒന്നും തോന്നരുത്, കഴിവുള്ള ആരെങ്കിലും ലീഡറാക്കിയാ പോരെ. മനസ്സിലായി, നമുക്ക് എണ്ണി പിരിക്കാം. 1 2 3 4 5. ഞാൻ തന്നെ ലീഡർ. അത് പറ്റൂല, എന്ന് തൊട്ടെന്ന്. ഓ 1 2 3 4 5. നീ പോയി, ഞാൻ തന്നെ ലീഡർ. നീ ലീഡറായിട്ടുള്ള എല്ലാം തോൽവിയാണ്. നീ കേട്ടിട്ടില്ലേതാ, പരാജയം വിജയത്തിന്റെ ചവിട്ടുപതിയാണ്. അവസാനം നിന്റെ നെഞ്ച് ചവിട്ടുപതി ആവാതെ നോക്കിക്കോ. അതാ ഗ്യാങ്ങിൽ വേറെ ആൾക്കാർ വേണ്ടേ? ഞാൻ തോത്താ ഭീമായി. നിനക്ക് രാജു വന്നോ ജഗ്ഗു വന്നോ? ജഗ്ഗുവാ നിനക്ക് കുറച്ചുകൂടെ ചേർന്നത്, മുഖത്തിന്റെ സൈപ്പ് വെച്ചേ. ചുരുക്കി ആരാവോന്നാണ് ഞാൻ ആലോചിക്കണം. ഹോ, എന്തൊരു അഭിനയം! തിന്നുകുത്തി ആയിരിക്കും. പോതാ സിന്നുകുത്തി ഇന്ദുപതിയാണ്. നമുക്കേ ചുരുക്കിയ പാത്തൂന്നാക്കാം. എന്റെ അല്ലോ ഗ്യാങ്ങാ, ഞാനില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് സ്കൂളിൽ വന്നത്. ഉമ്മാറിനെ കൊല്ലും. അങ്ങനാണെങ്കിലേ നീ 10 മണി കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് കൊണ്ടുവന്നു കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. നീ പഠിക്കാൻ മാത്രമല്ലേ സ്കൂളിൽ വന്നത്. എന്താ പാത്തു, നീ പേടിക്കണ്ട, പക്കുതു വന്ന ലീഡർ. അങ്ങനെ പറഞ്ഞു ഒരു സുബുദു. പടത്തോടെ നായെന്നാ ഒത്തുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ആദ്യം മുങ്ങത് യവനായിരിക്കും. പാത്തു, നാ പതയെ കരഞ്ഞോണ്ട് തോന്നുന്ന പക്കുതു അല്ല. സത്യം, ഇപ്പൊ കരഞ്ഞോണ്ട് തോന്നൂല. ഓതി ഒരു മൂന്നക്ക് പോയിട്ട് ആരും അറിയാതെ നിന്ന് കരയും. ലീഡറിനെ കളിയാക്കിയാലേ ഞാൻ ഗ്യാങ്ങിന് കിക്ക് ഔട്ട് ചെയ്യും. നല്ല കാര്യം. ഇനി നമുക്കേ വേറെ ഗ്യാങ് തുടങ്ങാം. ലീഡർ നന്നാ പറഞ്ഞേ. ഗ്യാങ് തുടങ്ങിയിട്ട് എന്തിനാണ് ചെയ്യാൻ പോന്ന? സ്കൂളിലും നാട്ടിലും വീട്ടിലും നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഇല്ലാതാക്കണം. എന്നാ പിന്നെ ആദ്യം സ്കൂളിൽ തന്നെ അടിച്ച് പൊതിക്കാം. അപ്പൊ സ്കൂളിലെ പ്രശ്നങ്ങൾ തീരുമല്ലോ. ഇക്കാര്യം വീട്ടുകാരറിഞ്ഞാലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്നെ നമ്മൾ കാണൂല. നിങ്ങൾ എന്തോ നിന്ന് തന്നാ മതി, അതി താനെ പൊത്തിക്കോളും. ഗ്യാങ്ങിനെ പേര് വേണ്ടേ? വേണം, കേൾക്കുമ്പോ തന്നെ പേടിക്കണം. ഡ്രാക്കുള ഗ്യാങ്ങിന് പേര് താനാണ് പറഞ്ഞത്, അല്ലാതെ നിനക്കല്ല. ടീം അപകട മേഖല. എന്തോന്ന് പാത്തു, ഇത് നമ്മളെന്തത് കൊക്കേ? പാത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട്. താങ്ക് യു. മേല ഇത് ആവർത്തിക്കരുത്. അവളെ ഊള പേര്. വേറെ പേര് അപകടം. ഡേഞ്ചർ. ഡേഞ്ചർ ബോയ്സ്. നമ്മളെ തൊട്ടാൽ പൊള്ളി വാരും. അത് കിതുക്കി. ബോയ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നാനാ ഡേഞ്ചർ ബോയ്സ് പ്ലസ് 1 ഗേൾ അങ്ങനെ ആക്കാം. അങ്ങനാണെങ്കിൽ കൊള്ളാം. പക്കു, അത് കൊള്ളൂതാ. ചുമ്മാ അറിഞ്ഞ ഡേഞ്ചർ ബോയ്സ് മതി. വേറെ ആരെങ്കിലും ഗ്യാങ്ങിൽ പറഞ്ഞവരെ ഇവളിൻ്റെ അത് പിടിച്ച് നിർത്താം. എന്നിട്ട് തത്താം നമുക്ക്. പത്തു, എല്ലാരും ടെസ്റ്റ് ഓപ്പർ ചെയ്താൽ ബുക്ക് എടുക്കൂ. പിള്ളേരുടെ അടുത്ത് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കാൻ സാറേ. ആർക്കാണോ ഞാൻ മയത്തിൽ സംസാരിക്കേണ്ടത്? ഞാൻ തന്ന പക്കുതു. എന്താ തന്റെ പ്രശ്നം? സാറിന്റെ സംസാരം എനിക്ക് അങ്ങോട്ട് പെടുത്തില്ല. താനൊരു കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇന്നത്തെ കൊച്ചങ്ങ എന്ന നാളത്തെ തേങ്ങ. ഓക്കെ, ലീവ് ഇറ്റ്. ടി പി ബുക്ക് എടുക്കൂ. ബുക്ക് കൊണ്ടുവന്നില്ല. ഇനിയിപ്പോ കൊണ്ടുവന്നാലും ടെസ്റ്റ് ഓപ്പർ എഴുതുന്നില്ല. പക്കുതു മാസം എന്നാ സാറിപ്പോ ഊതി ആത്തോളും. താൻ ബുക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് തനിക്ക് ചെറിയ പണിഷ്മെന്റ്. പോയി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് വരും. പത്തല്ലേ. ആരാണ് ഇവിടെ? കമലാസൻ. ഞാൻ തന്ന വീണ്ടും പക്കുതു. ഡേഞ്ചർ ബോയ്സിന്റെ ലീഡർ. ചെയ്യാത്ത കുത്തത്തിന് പനിഷ്മെന്റ് വാങ്ങില്ല. ബുക്ക് കൊണ്ടുവരാത്തതില്ലേ സാർ പനിഷ്മെന്റ് കൊടുത്തത്? ബുക്ക് കൊണ്ടുവരാത്തത് കുത്തമല്ലേ? ഡേഞ്ചർ ബോയ്സിനെ അതൊരു കുത്താ പക്കുതു. ഓ അപ്പൊ ഗ്യാങ് ഒക്കെ ഉണ്ടല്ലേ? എന്റെ ഗ്യാങ്ങിൽ ബാക്കിയുള്ളവരെ ഞാൻ ഒന്ന് മൂളിയാ മതി. ഇപ്പൊ ചാരി എണീക്കും. എങ്കിൽ താനൊന്ന് മൂളടോ, ഞാൻ ഇവിടെ നിന്ന് കാണട്ടെ അവരെ. പാത്തു, എണീത്തോ. ഗ്യാങ്ങിലെ കുട്ടികളെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. അയ്യോ, എന്താ തന്തിത് തോക്കുപോത് പത്തി എവിടെന്നാ എന്തോ? അത് തുറക്കാൻ വേണ്ടിയാണ് എണീത്ത. തന്ന എന്താ മൂത്തിലും പത്തി എവിടെന്നാ എന്തോ? ഇനിയിപ്പോ തോറ്റിരുന്നോ? ഡേഞ്ചർ ബോയ്സ് പ്ലസ് 1 ഗേൾ നമ്മൾ എണീക്കാൻ. അവനെ മൈൻഡ് തേണ്ട. അവ എന്തെങ്കിലും കാണിക്കത്ത്. ഓ സാറേ, 1+1 2 3 സാറേ. എന്താടോ? സാറേ എന്താ മോനോ ആക്തായിരുന്നു വന്ന ഊത്ത് ഫസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയേ. കഥാപാത്രത്തിന്റെ പേര് റൗദിയായ കുത്തി. പിന്നെ തീപ് ബുക്ക് ഞാൻ കൊണ്ടുവന്നു. നമുക്ക് ടെസ്റ്റ് ഓപ്പർ ചെയ്താ കൊള്ളാൻ പക്കതു. തൂപ്പത് അഭിനയം. ഇതിൽ നല്ല അഭിനയം ഞാൻ കാണിത്തരാതാ. സാറൊന്നും പറഞ്ഞില്ല. യഥാ സുപ്പതു, നിങ്ങൾ അയാൾ പേടിക്കാൻ പാടില്ല. നീ പേടിച്ചിട്ടല്ല മോണോ ആക്ടെന്ന് പറഞ്ഞ. അത് ഞാൻ പേടിച്ചതല്ല. പിന്നെ എന്താ തന്ത്രം വരുന്നത്? പിന്നെ ഡേഞ്ചർ ബോയ്സ് പ്ലസ് 1 ഗേൾ എന്ന പേര് വേണ്ട. ഡേഞ്ചർ ബോയ്സ് മാത്രം മതി. ഞാൻ പോന്നെ. ബൈ.
അവത് പോയി. സോറിതാ പക്കതു. ഇനി ഞാൻ നിന്റെ കൂടെ കത്തക്ക് നിൽക്കും. എനിക്ക് മുത്ത് നിൽക്കണം. എന്നാ പോയെ പെരുത്തിട്ട് വാ. പറഞ്ഞ നന്നായി. സാറ് തൂക്കിയപ്പോഴേ പേരത്ത് എനിക്ക് പെതുക്കാൻ മുത്തിയതാണ്. ഞാൻ പെരുത്തിട്ട് വരാം. സുബുദു, സ്കൂളിലെ ഡേഞ്ചർ ബോയ്സ് തോൽവിയായിരിക്കും. പക്ഷേ നാട്ടിൽ അങ്ങനെ അല്ല. ഭൂലോക തോൽവിയായിരിക്കും. വലിച്ചു കയറ്റുമ്പോ താടി കത്തിപ്പിടിക്കോ എന്തോ ദൂരോട്ടിട്ട് വലിക്കാം. മാമ നിങ്ങൾ എന്തിനാ മാമ സിഗരറ്റ് വലിച്ചു കയറ്റുന്നത്? ഇവിടെ ഫ്രീ ആയിട്ട് ഓക്സിജൻ കറക്കിയല്ലേ, അത് വലിച്ചു കയറ്റി. എന്റെ പൈസക്ക് ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ വലിക്കും. എന്നാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് എന്റെ വാ കൊണ്ട് ഞാൻ പറയും. പുകവലി പുത്തും കറിയും ഉണ്ടാക്കും, മത്തൻ കറിയും ഉണ്ടാക്കും. അങ്ങനെ എന്തോ ആണ്. നിനക്ക് എന്തല്ലേ കൊച്ചെടുക്ക? മാമ ഒരു സിഗരറ്റ് എത്രയാണ് വില? 7 രൂപ. 10 എത്രയായി? പറ എത്രയായി? എനിക്കറിഞ്ഞൂടാ, അതാ നിങ്ങൾ ചോദിച്ചാ. 70 രൂപ. അതിന്റെ കൂടെ ഒരു 70 രൂപ കൂടെ എത്താ നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചൂതേ. എടാ കൊച്ചനെ, ആ പൈസ എന്നെ പേര് വെറും 30 രൂപ ഇട്ടാ എനിക്ക് ഇതിനേക്കാളും കൂടിയ സാധനം വലിച്ചു കയറ്റാ. അപ്പഴാണ് മിസ്റ്റർ പുകവലി മാമ, യവൻ ആരാണെന്നറിയാമോ? ഡേഞ്ചർ ബോയ്സിന്റെ ലീഡർ. ഇനി ഞാൻ ആരാണെന്നറിയാമോ? യവ ആകുള്ള നാനാന്ന മെയിൻ. എടാ നിനക്കൊക്കെ ഞാരെന്നറിയാമോടാ? പുകവലി മാമനല്ലേ? അല്ല, തക്കുടു മനോജ്. തക്കുതുവാ, നിങ്ങൾ എന്തൊരു തൊട്ടുകഴിഞ്ഞ് ഇറങ്ങി വന്നതാ? തൊട്ടിലീന്നല്ല, 2 പേരെ കൊന്നിട്ടേ ഞാനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളു. പക്കുതു ഒരു 30 എടുക്കാവുന്നതാ ഇങ്ങത്? നദീ മാമ നേരത്തെ വന്ന കൂതിയ സാധനം വലുത്ത് വിധി റൗണ്ടിലേക്ക് വലുത്ത് വന്നേ. വണ്ടിക്ക് വഴിയിലാവാൻ കണ്ട സമയം. മാമന്റെ വണ്ടി കംപ്ലൈന്റ് ആയെന്നാണ് തോന്നണം. സുബുദു, ഡേഞ്ചർ ബോയ്സ് അനീതിക്കെതിരെ മാത്രമല്ല പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യും. നീ വാ. എന്ത് മാമ വണ്ടി സ്റ്റാർട്ടാണല്ലേ? ഇല്ലടാ, വണ്ടി തള്ളിക്കൊണ്ടു പോവാനുള്ള ആവതും ഇപ്പൊ ഇല്ല. തൊട്ടപ്പുറത്താണ് എന്റെ വീട്. മാമൻ വിഷമിക്കണ്ട, സുബുദു വേണമെങ്കിലേ വണ്ടി ചുമന്ന് വീട്ടിൽ കൊണ്ട് വെക്കും. ഗ്യാങ്ങിന് നല്ല പേര് കിട്ടണമെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നപ്പോ നീ ചുമന്നുകൊണ്ട് പോ. നാളെ ലീഡറാണ്, നീയാണ് തോലാളി. തോലെടുക്കലാ. മക്കളുമാർ എന്നെ ഒന്ന് സഹായിക്കോ? പിന്നെന്ത് മാമ സഹായിക്കാം, വാ തള്ളി കൊടുക്കാം. സ്പീഡ് പോരാ. എന്തൊരു മാമ ഇത്? തൊട്ടപ്പുറത്താണ് വീടെന്ന് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് തന്നെ. കുറച്ചപ്പുറത്തെന്ന് പറഞ്ഞപ്പോ 10-30 കിലോമീറ്ററായി. എന്താ പൊന്നെ, ചോട്ടാബി മാമൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ദോലും പോലും അവസ്ഥയായി. മാമനെ ഈ വണ്ടി വിടാനും വെച്ചിട്ടേ ബസ്സിൽ കയറി പൊയ്ക്കൂതേ, അതല്ലേ നല്ലത്. ബസ്സിൽ കയറി പോവാനാണെങ്കിൽ ഞാൻ പിന്നെ 1.5 ലക്ഷത്തിന് ഈ വണ്ടി എടുത്ത എന്തിനി? ആന് തള്ളടേ. ആ ബസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മതി വീടെത്തി. മാമ ഒന്നേ പറയാവുള്ളൂ, സഹായിക്കാൻ പറഞ്ഞവരാ ഇങ്ങനെ മുതലെടുക്കരുത്. ഇനി നമ്മൾ ആര് സഹായിക്കുമോ എന്തോ വീട്ടിലെത്തിക്കാൻ. സുബ്രു, നീ തളരരുത്, നമ്മളെ ഡേഞ്ചർ ബോയ്സ് ആണ്. പോടാ പത്തി, പാത്തു അപ്പതേ പറഞ്ഞതാണ്. അയ്യോ, 10 പവന്റെ ഈ ഗോൾഡ് ബിസ്ക്കറ്റ് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ മോഷ്ടിച്ചത്. എന്തൊരു കഷ്ടപ്പാട്. ബാങ്ക് മാനേജർ ബാഗ് തുറന്നപ്പോ അറിയാതെ വീണ സാധനം ഓടിച്ചെന്നെടുത്തിട്ട്. ഓടിച്ചു നടക്കുന്നത് കഷ്ടപ്പാടല്ലേ? നമ്മൾ ബുദ്ധിമാന്മാരായ കള്ളന്മാരാണ്, അത് മറക്കണ്ട. വാ ആശാനെ, നമ്മള് പെട്ട്. എന്താ ദോ അങ്ങോട്ട് നോക്കിക്കാണ്. കോൺസ്റ്റബിൾസ്, ഒറ്റ ഒരുത്തരെ സെർച്ച് ചെയ്യാതെ വിടരുത്. 10 പവന്റെ സ്വർണ്ണമാണ് കള്ളന്മാർ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ സാധനം കിട്ടിയ ഒരു 1/4 ഭാഗം ഓടിച്ചെടുത്തിട്ട് കൊടുത്താൽ മതി. സ്വർണ്ണത്തിനൊക്കെ തീ പിടിച്ച വിലയാണ്. സാർ, കോൺസ്റ്റബിൾ ഗോവിന്ദൻ തൊട്ടപ്പുറത്ത് നിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല മാച്ചളാ. എന്നിട്ട് വേണം അവൻ എന്റെ മുതുകത്ത് നെല്ല് കുത്താൻ. ഇവൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ അടിച്ച് വിടണം. കൈയിട്ട് വരാനൊന്നും പറ്റില്ല. സോമൻപിള്ള അയാളെ വെട്ടിച്ച് നമ്മൾ ഈ സാധനം കൊണ്ട് എങ്ങനെ ഇപ്പുറത്തെ ജംഗ്ഷൻ കടക്കും? അയ്യോ, ആരെങ്കിലും സാധാ സേക്ക് വാങ്ങിച്ച് തന്നിരുന്നെങ്കിൽ വണ്ടി തള്ളി തളന്ന്. ചാർജ് നമ്മൾ വാങ്ങിച്ചു തരാം. വാങ്ങിച്ചതോ? പകരം നമുക്കൊരു ഉപകാരം നിങ്ങൾ ചെയ്തു തരണം. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇപ്പൊ തരും. ഇത് നിങ്ങൾ അടുത്ത ജംഗ്ഷനിലെ ബേക്കറിയിൽ എത്തിക്കണം. അവിടെ നിന്ന് ചാർജ് നമ്മൾ വാങ്ങിച്ചു തരും. ഇതെന്തോന്ന്, ഗോൾഡ് ബിസ്ക്കറ്റാ? മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ്. കണ്ടുപിടിച്ച് കളഞ്ഞു. വിശക്കുമ്പെടുത്ത് കഴിച്ചോളല്ലേ മക്കളെ? നമ്മൾ തിന്നൂലാ, നമ്മൾ ക്രീം ബിസ്ക്കറ്റിന്റെ ആൾക്കാരാണ്. പ്ലാൻ സക്സസ്. ആ മക്കളെ സ്കൂളിൽ പോയതാ? ഓ പോലീസ് മാമ,
പോലീസിനെ സഹായിത്ത ഡേഞ്ചർ ബോയ്സ് കുറച്ചും കൂടെ അറിയപ്പെടും. മാമന സീനോ എന്താ? വെയിലൊക്കെ അല്ലേ, ക്ഷീണമുണ്ട്. എന്താടാ അവന്മാര് പോവാതെ അവിടെ തന്നെ നിക്കണ? സീനോ ഉണ്ടെങ്കിലേ ഈ ബിസ്ക്കറ്റ് കഴിച്ചോ. വേണ്ട, നിങ്ങൾ കഴിച്ചോ. മാമൻ കഴിച്ചോ, നമ്മൾ വേറെ വാങ്ങിട്ട് കഴിച്ചോളാം. ഛെ, ഈ പിള്ളേരൊരു കാര്യം. ഗോൾഡ് ഇതെവിടെ നിന്ന് കിട്ടി? ദോ അവിടെ നിൽക്കുന്ന 2 മാമ്മമാര് തന്നു വിട്ടതാണ്. കണ്ടാ കള്ളന്മാരെ പോലെ ഇരിക്കും, പക്ഷേ പാവങ്ങളാണ്. ബിസ്ക്കറ്റ് കൊണ്ട് അടുത്ത ജംഗ്ഷനിൽ കൊണ്ട് നിന്നാ നമുക്ക് സാരദാ സേക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ഏത് മാമന്മാര്? കോൺസ്റ്റബിൾസ് ചേസ്. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. പിടിക്കടാ അവിടെ. അയ്യോ എവളിതുവരെ ഒരുങ്ങി തീർന്നില്ലേ? അടുത്തത് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ചിലജെ ഓടി പാടി പക്രു സുബ്രത TV ചാനൽ വന്നിരിക്കണം. യവന്മാരെങ്ങനെ അതിന്റെ അകത്തെത്തി? നമസ്കാരം. 10 പവൻ സ്വർണം കക്കാൻ ശ്രമിച്ച കള്ളന്മാരെ അതിവിദഗ്ധമായി പിടിച്ച 2 ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ഇന്ന് ഫ്ലോറിലുള്ളത്. പക്രു ആൻഡ് സുബ്രോ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പറയൂ. അതായത് മാമ, നീ തുമ്മാതി ഞാൻ പറയാം. നാണ് മെയിൻ, എവൻ തൊഴിലാളിയാണ്. നമുക്കവരെ കണ്ടപ്പോഴേ ഒരു പന്തികേത് തോന്നി. അടുത്തുള്ള പോലീസ് മാമനെ അറിയിച്ചു. അവർ പിടുത്തോണ്ട് പോയി. ഇതിലെ യഥാർത്ഥ വിജയികൾ പക്രുവോ സുബ്രുവോ അല്ല, ഡേഞ്ചർ ബോയ്സ് ആണ്. അനീതിക്കെതിരെ ഡേഞ്ചർ ബോയ്സ് ഇനിയും ശബ്ദമുയർത്തും. അവസാനമായി എന്തെങ്കിലും? അത് പിന്നെ എനിക്ക് പറയാനുള്ളത്, അവസാന നിമിഷത്തിൽ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുപോന്നു പോയ പാത്തുവിനോടാണ്. നീ ഇപ്പോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോ ഒത്ത് TV ഇരിക്കാമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നീ വീട്ടിലെ TV നമ്മളെ കണ്ടോണ്ടിരി. സുബ്രു എന്താണ് പറയാനുള്ളത്? എന്നൊക്കെ പറയാനുള്ളത്, ഡേഞ്ചർ ബോയ്സ് തുടരും.